ഹായ് ഡീസ് അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണേ. അപ്പോൾ ചായക്ക് ചിക്കൻ റോളും ഉള്ളിവടയും പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. വായിക്കാറൊന്നുമില്ല, എന്നാലും ചില ബുക്കുകൾ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നും. വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചിലപ്പം പറ്റുമെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും കേട്ടോ. പിന്നെ ഞാൻ എഴുതുന്ന കുറച്ച് ഡയറികളൊക്കെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പിതാവ് വന്ന മാതാവാണത്. പിന്നെ അപ്പൂസിൻ്റെ കൊന്തമാലയാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പൂസ് കഴുത്തിടാറില്ല, അത് കാരണം ഞാൻ അതെടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കസിൻ ബ്രദറും വൈഫും കൂടെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചായ കൊടുത്ത് അവരെ സൽക്കരിച്ച് അവർ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് തണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ പാടയൊക്കെ എടുത്തിട്ട് നമ്മൾ ബട്ടറും ഗീയൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ നേരത്തെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പം വീണ്ടും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. ടോമിനെ അഴിച്ചു വിട്ടു. അപ്പോൾ ടോമി പുറത്ത് നടക്കുന്ന സമയത്ത് ഞാൻ മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ മിറ്റമൊക്കെ ഇങ്ങനെ മെറ്റിലിങ്ങനെ പലയിടത്തും കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണെങ്കിൽ ഒരു ഉഷാറില്ലാണ്ട് ഒരു ക്ഷീണിതനായിട്ട് നിൽക്കുന്ന കേട്ടോ. കുറച്ചൊക്കെ ഇലയൊക്കെ കരിഞ്ഞും പോയി. പിന്നെ അതിനെ കരിഞ്ഞതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അതിനൊന്ന് വൃത്തിയാക്കി കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഈ ആകാശമുല്ലയുടെ ഞാൻ നോക്കി വെച്ചത് കാരപ്പിഴുതൊക്കെ കളഞ്ഞേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ സർപ്പോട്ടയ്ക്കയുടെ മറന്നു പോണ്ടേ. അപ്പോൾ വെയിൽ കിട്ടുമെന്ന് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് മുമ്പ് വെട്ടി കളഞ്ഞുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെറിയൊരു കുഴിയെ കുഴിച്ചിട്ട് നമ്മുടെ ഈ ചീര അങ്ങോട്ട് നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ചീര ഞാൻ വേറെ നട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പം അവരിങ്ങനെ ചവിട്ടി ഒടിച്ച് കളഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമ്മുടെ ചെടിച്ചട്ടിലേക്ക് നട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കാന്താരി നിൽപ്പുണ്ടായിരുന്നു, ഇത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടും അതിൽ നിന്ന് പിഴുത് മാറ്റി കേട്ടോ. അങ്ങനെ വെള്ളക്കാന്താരിയും ഒരു നമ്മുടെ പച്ചമുളകും പിന്നെ ഈ ചീര ഞാൻ തലയിൽ നട്ടെ. ബാക്കിയുള്ളതൊക്കെ ചെടിച്ചട്ടിയിൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടോ. പച്ചമുളകിൻ്റെയും കാന്താരിയുടെയും ഓരോ മൂടി ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തറയിലാകുമ്പം കുറച്ചും കൂടെ ഒരു നല്ലതാണല്ലോ ഇതൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ ഓരോ മൂട് തറയിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനത്തെ എല്ലാം തറയിലൊക്കെ നട്ട് വെച്ചു. അതൊക്കെ അകത്ത് നിന്നപ്പോൾ കാണാം എൻ്റെ അപ്പൂസ് അവിടെ ടി വിയും കണ്ട് ചിപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് ട്യൂഷന് പോയിക്കുവാണ്, ചേട്ടൻ്റെ കുട്ടിക്കും പോയിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ബ്ലാങ്കറ്റ് കഴുകിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കാരണമേളൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് ഉണക്കിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വെയിൽ നമ്മുടെ കാരണമേൽ കിട്ടുന്ന കാരണം ഷീറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുവേ. ഷീറ്റുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ. അപ്പോൾ 2 ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഞാൻ ഫ്രണ്ടിലും മേളിലൊക്കെ ആയിട്ട് ഞാൻ വിരിച്ചിട്ട് കേട്ടോ. ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നു. എന്നിട്ട് അപ്പൂസുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൂസാണെങ്കിൽ ഒരു പേപ്പറൊക്കെ ചുട്ടി കാണിച്ചിട്ട് അത് വടിയാണെന്ന് പറഞ്ഞാൽ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയി അഭിമോളെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എൻ്റെ ആകാശം പോലെ ഞാൻ പിഴുതുകൊണ്ടിട്ടത് വാടിപ്പോയിട്ടോ. എന്നാലും ഞാനെല്ലാം നട്ട് വെച്ച് കേട്ടോ. ആ നട്ടതൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെടിച്ചട്ടിൽ പീനട്ട് ബട്ടറിൻ്റെ കുരുവാണെന്ന് തോന്നുന്നു വീണിട്ട് 2 തൈ കിളിച്ച് വന്നേ. അപ്പോൾ ഞാൻ അതും കൊണ്ട് 2 സൈഡിലായിട്ട് കൊണ്ട് നട്ട് വെച്ച് കേട്ടോ. ഒന്ന് നമ്മുടെ ടോമിയുടെ കൂട് സൈഡിലാണ് കൊണ്ട് വെച്ചത്, കാരണം അവൻ്റെ കൂടിന് മേലിൽ നല്ല വെയിലാണ്. അപ്പോൾ അത് കിളിച്ച് വരുവാന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടിന് മേലൊരു തണലാവുമല്ലോ. അത് എൻ്റെ ഒരെണ്ണം ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റം വൃത്തിയാക്കാൻ ഇറങ്ങിയത്. അവിടെ ഇങ്ങനെ കുറേ പുല്ല് നിൽപ്പുണ്ട്, പിന്നെ കുറേ മെറ്റിലിങ്ങനെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഭംഗിയില്ല കാണാനായിട്ട് കേട്ടോ. മുറ്റമാണോ നമ്മുടെ ചെടി വെച്ചിട്ടൊരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടേക്ക് നീക്കിയിടുവാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലേക്കും ചെരുപ്പിലേക്കും ഒന്നും ചെളിയാവത്തില്ല. ഈ പലയിടത്ത് കിടക്കുന്ന മെറ്റിലെല്ലാം കൂടെ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് നീക്കിയിടുവാണെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ഞാൻ മെറ്റിലെല്ലാം കൂടി നമ്മുടെ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് നീക്കിയിട്ട് കേട്ടോ. അപ്പൂസും അബിയും കളിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ കളിയെ കഴിഞ്ഞിട്ട് 2 പേരും തിരിച്ചെത്തിയേ. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ കുരിശ് വരയ്ക്കായിരുന്നു കേട്ടോ. കുരിശ് വരയ്ക്കുന്നതിനിടയ്ക്ക് അപ്പൂസ് കുർബാനയിലെ പാട്ടുകൾ പാടുന്ന കേൾക്കാം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ നമ്മുടെ മിറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. തലേന്ന് രാത്രിയിലല്ലേ പണിയിലൊക്കെ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ രാവിലെ വെട്ടത്ത് നോക്കണമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ചേട്ടയും പറഞ്ഞു നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.